നമുക്കൊരു സങ്കടം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഓടിച്ചെന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും അല്ലേ. അങ്ങനെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ പറഞ്ഞത്. ഒരു വർഷത്തിന് ശേഷം നാട്ടിൽ ലീവിന് വന്നതാണ്. അവൻ എപ്പോൾ ലീവിന് വന്നാലും പിറ്റേ ദിവസം എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വരും കേട്ടോ. ഒരുപാട് ഗിഫ്റ്റൊക്കെ ആയിട്ട്. എൻ്റെ അമ്മ മൂന്നാമത്തെ മകനായിട്ടാണ് കേട്ടോ അവനെ കാണുന്നത്. ഈ തവണ വന്നപ്പോഴും എനിക്കൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു, മെക്കഡാമിയ. ഞാനിതിനെ താക്കോലിട്ട് തുറക്കുന്ന മിഠായി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാനിത് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, ആൾക്കാരിങ്ങനെ താക്കോലിട്ട് പൊട്ടിച്ച് കഴിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കും ഇതെപ്പോഴായിരിക്കും എനിക്ക് കഴിക്കാൻ പറ്റണമെന്ന്. ഇപ്പോഴാണ് കേട്ടോ അതിനുള്ള ടൈം വന്നത്. അവൻ എന്തൊരു കുഞ്ഞു സാധനം കൊണ്ടുവന്ന് തന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതെങ്ങനെ തുറക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഒരു പെട്ടി എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇനി പൊട്ടിച്ച് എനിക്ക് കളിക്കാം. അപ്പോൾ എന്തായാലും ഒരെണ്ണം ഞാൻ എടുത്തു. പിന്നെ ഇത് തുറക്കാനായിട്ട് താക്കോലും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഷെല്ലാണ്. അത് പൊട്ടിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിലത്തെ സാധനം എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തുറക്കണമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആ ഷെല്ലിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതിലേക്ക് ഈ താക്കോൽ ഇട്ടിട്ട് വേണം തുറക്കാനായിട്ട്. ഞാൻ എൻ്റെ ഫുൾ എനർജി എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷെ അതങ്ങ് പൊട്ടി വന്നില്ല കേട്ടോ. പിന്നെ നേരെ ഞാനത് കുട്ടുവിന് കൈമാറാണ് ചെയ്തത്. അവിടെയും കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് പിന്നെ എൻ്റെ സൈഡിലത്തെ ഷെല്ലൊക്കെ ചെറുതായിട്ട് പൊട്ടി വന്നു. ഫൈനലി നമ്മളത് താക്കോലിട്ട് തുറന്നായിരുന്നു കേട്ടോ. ചില മെക്കഡാമിയ തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലത് പെട്ടെന്ന് തുറന്നു വരും. അതെന്തായാലും തുറന്നു വന്നപ്പോൾ എൻ്റെ മുഖത്ത് സന്തോഷം കാണാം കേട്ടോ. ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. ഇതാണ് അതിന്റെ ഉള്ളിലത്തെ സാധനം. കഴിച്ചോ. ഇത് മിഠായി ഒന്നും അല്ല കേട്ടോ, താക്കോലുള്ളതുകൊണ്ട് ഞാൻ വെറുതെ താക്കോലിട്ട് തുറക്കുന്ന മിഠായി എന്നൊക്കെ പറഞ്ഞതാണ്. ഇതൊരു നട്ട്സിൻ്റെ ഇനത്തിൽ വരുന്നതാണ്. ഹേസൽ നട്ടൊക്കെ പോലെ ഇരിക്കും കേട്ടോ. ഇത് വാനില ഫ്ലേവറാണ്. വേറെ എന്തൊക്കെ ഫ്ലേവർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്കിത് ആദ്യമായിട്ട് കിട്ടിയതാണെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.